ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ദിലീപ് നായകനായി എത്തുന്ന മലയാള ചിത്രം ഭാ ഭാ ഭായുടെ ടീസർ പുറത്തിറങ്ങി. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ഭയം, ഭക്തി, ബഹുമാനം എന്നാണ് ചിത്രത്തിന്റെ പേരിന്റെ പൂർണ്ണരൂപം. താരദമ്പതിമാരായ നൂറിൻ ഷെരീഫും ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഒരു മാസ് കോമഡി എന്റർടൈനർ ആയി ഒരുക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിൽ കോയമ്പത്തൂർ, പാലക്കാട്, പൊള്ളാച്ചി ഭാഗങ്ങളിലാണ് ചിത്രീകരിക്കുന്നത്. ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം സാഹസത്തിലെ ആദ്യ ഗാനം പുറത്ത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ബിപിൻ അശോക് ഈണം നൽകിയ ഓണം മൂഡ് എന്ന ഗാനം ഫെജോയാണ് ആലപിച്ചിരിക്കുന്നത്. 21 ഗ്രാംസ്, ഫീനിക്സ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച റിനീഷ് KN ആണ് ദ ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഈ ചിത്രവും നിർമ്മിച്ചത്. സംവിധായകനായ ബിപിൻ കൃഷ്ണൻ തന്നെയാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. പ്രേമലുവിന് ശേഷം ഭാവന സ്റ്റുഡിയോയും ഗിരീഷ് ഏടിയും ഒന്നിക്കുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചു. ചിത്രത്തിൽ നിവിൻ പോളിയും മമിത ബൈജുവുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം റൊമാന്റിക് കോമഡി ജേണറിലാണ് ഒരുങ്ങുന്നത്. ഗിരീഷ് ഏടിയും കിരൺ ജോസിയും രചന നിർവഹിക്കുന്ന ചിത്രത്തിൽ വിഷ്ണു വിജയാണ് സംഗീത സംവിധാനം. കച്ചിസേര, ആസക്കൂട, സിത്തിര പൂത്തിരി എന്നീ ഗാനങ്ങളിലൂടെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ സെൻസേഷനായി മാറിയ സായ് അഭ്യങ്കർ മലയാളത്തിലേക്ക്. ഷെയ്നിക്കത്തിന്റെ പുതിയ ചിത്രമായ ബൾട്ടിയിലൂടെയാണ് സായിയുടെ മലയാളത്തിലെ അരങ്ങേറ്റം. ഒരു ഫോൺ സംഭാഷണത്തിലൂടെ മോഹൻലാൽ മലയാള സിനിമയിലേക്ക് സായ് അഭ്യങ്കറെ ക്ഷണിക്കുന്ന ഉള്ളടക്കത്തോടുകൂടിയ പ്രൊമോ വീഡിയോ ഇതിനോടകം തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ബൾട്ടി ഓണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന പ്രൊമോ വീഡിയോയിൽ സായ് അഭ്യങ്കറുടെ പേരെഴുതിയ ബൾട്ടി ജേഴ്സിയുമായി നിൽക്കുന്ന മോഹൻലാലിനെയും കാണിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമ കണ്ട് വികാരഭരിതനായി ഡീൻ കുര്യാക്കോസ് MP. തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. അധികം വൈകാതെ തന്നെ കേരളം ഒരു വൃദ്ധസദനമാകും എന്ന് നമ്മൾ പരസ്പരം അടക്കം പറഞ്ഞിരുന്ന കാര്യം പൊതുമണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കിയ സിനിമ. കഴിഞ്ഞ 10 വർഷത്തിനകം 46 ലക്ഷം ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ എത്തി എന്നത് എത്രയോ ഭീകരമായ കാര്യമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.